ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ പല പല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് പലപ്പോഴും നമ്മൾ വീണ്ടും വിചാരം നടത്താറുണ്ട്, അല്ലേ? എന്താണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ഒരു ഹദീസിൽ കാണാം, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരപ്പെടുന്ന, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ അത്യാഗ്രഹിയാകുക. വസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് നീ സഹായം തേടുക. വലാ തഅജ്ജസ്, നീ വീഴ്ച വരുത്തത്, കാര്യങ്ങളിൽ വീഴ്ച വരുത്തത്. നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ പക്കയായി ചെയ്യുക. വൈൻ അസ്വാബക ഷൈഖുൻ, ഇനി അങ്ങനെ നീ നിൻ്റെ എഫേർട്ട് 100% കൊടുത്ത് നീ അങ്ങനെ ചെയ്തു, അള്ളാഹുവിനോടൊക്കെ സഹായം തേടി പരമാവധി നീ ചെയ്ത് അങ്ങനെ നിനക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഫലാ തഖുൽ അന്നീ ഫഅൽതു കാന കഥ വകഥ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ ആകുമായിരുന്നു എന്ന് നീ പറയരുത്. കാര്യങ്ങൾ 100% നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലാഹുവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കാര്യം അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് നീ പറയരുത്. വലാകിൻ കുൽ, പക്ഷെ നീ പറയേണ്ടത് എന്താ? ഖദ്ദറല്ലാഹ്, അല്ലാഹ്